ഹായ് എവരിവൺ. സെറ്റ് പരീക്ഷ ജാനുവരി പകുതിയോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. എക്സാക്ട് ഡേറ്റ് LBS അറിയിക്കുകയേ ഉള്ളൂ. അപ്പോൾ 30 ഡേയ്സ് ഇനി മുന്നോട്ടുള്ളത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു അനാലിസിസ്, അതുപോലെ I+ന്റെ 30 ഡേയ്സ് ബാച്ചിനെ പറ്റിയും നിങ്ങളോട് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് ഫൈനൽ 30 ഡേയ്സ് ഒരു ബൂസ്റ്റപ്പ് ആവശ്യമാണെങ്കിൽ നമ്മുടെ 30 ഡേയ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളും ടെസ്റ്റ് സീരീസും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അക്കാഡമിക് കോർഡിനേറ്റേഴ്സിന്റെ സപ്പോർട്ടും അടക്കം 5000-ഓളം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം അടക്കമാണ് നമ്മുടെ കോഴ്സുകൾ ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ട്രയൽ കണ്ട ശേഷം ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ 30 ഡേയ്സ് സ്റ്റഡി പ്ലാനിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വഴി റിവിഷനും പഠനവും PYQ ഡിസ്കഷനും PYQ പ്രാക്ടീസും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡാണ്. ഇനിയിപ്പോൾ ഉള്ള 30 ഡേയ്സ് ആകെ നമുക്ക് 30 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 30 ദിവസങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇനി മുഴുവൻ യൂണിറ്റുകൾക്കും 6 യൂണിറ്റുകൾ പേപ്പർ 1നും 6 യൂണിറ്റ് പേപ്പർ 2നും ഉണ്ട്. ഒരേ വെയിറ്റേജ് കൊടുക്കുകയാണെങ്കിൽ ഓരോ യൂണിറ്റിനും 2 ദിവസം മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു 24 ഡേയ്സും പിന്നെ ഒരു 6 ഡേയ്സ് PYQ വർക്കൗട്ട് റിവിഷനും കിട്ടും. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് ഈ രീതിയിലേക്ക് പോകാതെ പരമാവധി 3 യൂണിറ്റുകൾ ഇനി ടഫായിട്ടുള്ളതല്ലേ പഠിച്ചു തീരാനുള്ള 3 6 യൂണിറ്റുകൾ തിരഞ്ഞെടുക്കുക. അതിന് 3 ദിവസം വീതം കൊടുത്ത് 18 ഡേയ്സ് നൽകുക. അതിനുശേഷം നിങ്ങൾ ഓൾറെഡി പഠിച്ച 3 യൂണിറ്റുകൾ, നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഓൾറെഡി അറിയാവുന്ന യൂണിറ്റുകൾ പഠിക്കാനായിട്ട് ഓരോ ദിവസം വീതം 6 ദിവസം എടുക്കുക. അങ്ങനെ 24 ഡേയ്സ് സ്പെൻഡ് ചെയ്താൽ പല കുട്ടികളും വരുത്തുന്ന ഒരു വലിയ പിഴവിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അറിയുന്ന യൂണിറ്റുകൾ ആവർത്തിച്ച് പഠിക്കും, അറിയാത്ത യൂണിറ്റുകൾ പഠിക്കില്ല. 50% മാർക്കിൽ താഴെ മാത്രം സ്കോർ ചെയ്താൽ പാസ്സാവുന്ന സെറ്റ് പരീക്ഷ അങ്ങനെ പാസ്സാവാതിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീക്കായിട്ടുള്ള യൂണിറ്റുകൾ ഐഡന്റിഫൈ ചെയ്യുക. അതറിയാൻ എളുപ്പ വഴിയുണ്ട്. നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ LBSന്റെ സൈറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. വർക്കൗട്ട് ചെയ്തിട്ട് ശരിയായ ചോദ്യങ്ങളുടെ എണ്ണം എടുത്തു നോക്കുക. അപ്പോൾ കൂടുതൽ തെറ്റിയ ചോദ്യങ്ങൾ ഉള്ള യൂണിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ചോദ്യങ്ങൾ ശരിയായ യൂണിറ്റ് നിങ്ങൾ 3 ഡേയ്സ് വീതം എടുത്ത് 18 ദിവസം കൊണ്ട് പഠിക്കുക. നന്നായി അറിയുന്ന ബാക്കി 3 യൂണിറ്റുകൾ ഉണ്ടല്ലോ, ഓരോ ദിവസം വെച്ച് 6 ദിവസം എടുക്കുക. ഏറ്റവും ഒടുവിലത്തെ 6 ഡേയ്സ് 30 ഡേയ്സ് പ്ലാൻ ആയതുകൊണ്ട് മസ്റ്റായിട്ട് റിവിഷനും PYQ ബേസ്ഡ് വർക്കൗട്ടിനുമായിട്ട് മാറ്റിവെക്കുക. ഡെയിലി ഒരു 4 സെറ്റ് ചോദ്യമെങ്കിലും ചെയ്യുക. 7-8 മണിക്കൂർ ചിലപ്പോൾ എടുക്കും. അത്രയും സമയം ഇല്ലെങ്കിൽ 2 സെറ്റെങ്കിലും ചെയ്യുക. പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും ഓരോ സെറ്റെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസിലൂടെ തെറ്റിയ ചോദ്യങ്ങൾ ആവർത്തിച്ച് പഠിച്ച് മിടുക്കരായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. I+ന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അപ്ഡേറ്റുകൾക്കും പരീക്ഷാ തീയതി അറിയാനും ഒക്കെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.